ആദർശ് നമസ്കാരം. 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 ആദർശ്, ഈ വൈദ്യുതി ചാർജ് വർധനവിനോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് സമരങ്ങളൊന്നും നടന്നു കാണുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു വലിയ കാര്യം കൂടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ വയനാടിലെ സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥ മൂലമാണ് ഫണ്ട് വൈകുന്നത്. അവിടേക്ക് വേണ്ട പദ്ധതികളിലേക്ക് വേണ്ടിയിട്ടുള്ള തുക അനുവദിക്കുന്നതിൽ കാലതാമസം നേരിടുന്നതെന്നൊക്കെ കേന്ദ്ര ഗവൺമെൻറ് അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ ദിവസം NK പ്രേമേന്ദ്രൻ MP ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ചില പിടിപ്പുകേടുകളും അവർ കൃത്യസമയത്ത് കണക്കുകൾ ഒക്കെ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാതിരുന്നത് മൂലമാണ് വയനാട് പുനരധിവാസത്തിൻ്റെ ഫണ്ട് അനുവദിക്കുന്നതിൽ കാലതാമസം നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നും അവിടുത്തെ കുറേ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഇപ്പോഴും വളരെ വലിയൊരു പ്രശ്നത്തിലാണ്. കാരണം അവർക്ക് വീട് എവിടെ, കുടുംബം, ഇനി നാളെ എന്നൊക്കെ വളരെ വലിയൊരു ചോദ്യത്തിനുമായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ വയനാട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അതുകൂടാണ്ട് ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ കേരളത്തിൽ നിലവിലുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും സജീവമായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും യൂത്ത് കോൺഗ്രസ് സമരങ്ങൾ കാണാനില്ല. ചില സ്ഥലങ്ങളിൽ ചില DCCകൾ സംഘടിപ്പിക്കുന്ന പരിപാടികൾ ഒഴിച്ചു കഴിഞ്ഞാൽ സമരമുഖത്തുണ്ടാകേണ്ട യൂത്ത് കോൺഗ്രസ് സമരമുഖത്തില്ല എന്നുള്ളത് കേരളത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആശ്ചര്യപ്പെടുത്തുന്നു എന്ന് വേണം പറയാനായിട്ട്. കാരണം ഈ സമയത്തൊക്കെയാണ് യൂത്ത് കോൺഗ്രസ് വളരെ സജീവമായിട്ട് രംഗത്ത് സമരമുഖത്ത് ഇറങ്ങേണ്ടത്. എങ്കിലും യൂത്ത് കോൺഗ്രസിനെ ഇപ്പോൾ കാണാനില്ലാത്തൊരവസ്ഥയാണ്. എന്താണ് കാരണം? അത് നമ്മളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അതായത് കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും തുടർച്ചയായിട്ട് 2 തവണയായിട്ട് കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ UDF പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സ്വാഭാവികമായും കേരളത്തിൽ 1.5 വർഷത്തിനപ്പുറത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഒരു പ്രതിപക്ഷ സംഘടനകളുടെ യുവജന സംഘടനകൾ എത്രത്തോളം ശക്തമാകുന്നു, അല്ലെങ്കിൽ അത്രമേൽ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു, അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഭരണമാറ്റത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും. സ്വാഭാവികമായിട്ടും ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത് യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് പാളിച്ചകൾ പറ്റിയാൽ സ്വാഭാവികമായിട്ടും ഒരു ഭരണമാറ്റത്തിലേക്ക് എത്തുന്നതിൽ അത് കോൺഗ്രസിനെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കും. ഇവിടെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ കറണ്ട് ബില്ല് വിഷയത്തിൽ മാത്രമല്ല, സമീപകാലങ്ങളിൽ യാതൊരു വിഷയത്തിലും യൂത്ത് കോൺഗ്രസ് വലിയ തരത്തിലുള്ള സമരങ്ങൾ കേരളത്തിൽ നടത്തിയിട്ടില്ല. എന്നാൽ നമ്മൾ ചരിത്രമൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ന് കോൺഗ്രസിന്റെ മുൻനിരയിൽ നയിക്കുന്ന മിക്ക നേതാക്കന്മാരും അവരുടെ യുവജന സംഘടനാ കാലത്തും അല്ലെങ്കിൽ വിദ്യാർത്ഥി കാലഘട്ടങ്ങളിലൊക്കെ അവർ നടത്തിയ സമര പോരാട്ടങ്ങളാണ് ഇന്ന് കോൺഗ്രസിനെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അധികാരത്തിലെത്തിച്ചത്. എന്തുകൊണ്ട് ഇന്നത്തെ യൂത്ത് കോൺഗ്രസിനും KSUവിനും ഒക്കെ അത്തരത്തിൽ വൈബ്രന്റ് ആകാൻ കഴിയുന്നില്ല എന്നത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. കാരണം ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂത്ത് കോൺഗ്രസ് സമരങ്ങൾ പലതും ഇപ്പോൾ ഈ കേരളയിൽ സമരം ഒഴിച്ചു നിർത്തിയാൽ ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളാണെങ്കിലും കോൺഗ്രസിന്റെ സമരങ്ങളാണെങ്കിലും വിജയത്തിലെത്തുന്നില്ല. അതിന് കൃത്യമായൊരു ഫോളോ അപ്സ് ഇല്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും സമരങ്ങൾ ഉണ്ടാവാറുണ്ട്, പത്രപ്രസ്താവനകൾ ഉണ്ടാവാറുണ്ട്, എന്നതിനപ്പുറത്തേക്ക് ഈ ഏറ്റെടുക്കുന്ന വിഷയങ്ങൾ സജീവമായി നിലനിർത്താനും അതിനെതിരെ ശക്തമായ സമര പരിപാടികൾ സംഘടിപ്പിക്കാനും എപ്പോഴും എന്താ പറയുക, സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് ഒരു മാർച്ച് നടത്തുക, അല്ലെങ്കിൽ കളക്ടറേറ്റിന് മുന്നിലേക്ക് ഒരു മാർച്ച് നടത്തുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഈ വിഷയത്തെ സജീവമായി നിർത്തിക്കൊണ്ട് ആ സമരം വിജയിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസിന് സാധിക്കാത്തതിന് കാരണം എന്തായിരിക്കും? പലപ്പോഴും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇടക്കാലത്ത് രാഹുൽ ഗാന്ധി സംഘടനയ്ക്കുള്ളിൽ നടപ്പിലാക്കിയ ചില മാറ്റങ്ങൾ ദേശീയ തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അത് യൂത്ത് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുവന്നെങ്കിലും കേരളം പോലൊരു സംസ്ഥാനത്ത് സംഘടനാപരമായ തിരഞ്ഞെടുപ്പുകൾ യൂത്ത് കോൺഗ്രസിൽ കൊണ്ടുവന്നത്, KSU കൊണ്ടുവന്നൊക്കെ സംഘടനാപരമായിട്ട് അതിൻ്റെ സംഘടനാ സംവിധാനത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അതായത് എല്ലാ പ്രദേശങ്ങളിലും ചെറുപ്പക്കാരെ, ഇപ്പോൾ ഒരു യുവജന സംഘടനയാവട്ടെ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനയാവട്ടെ, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യൂണിറ്റ് കമ്മിറ്റികളോ മണ്ഡലം കമ്മിറ്റികളോ ഒക്കെ ആവും. പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെ ഒക്കെ സംഘടനാ ഘടനയിലേക്ക് വരുമ്പോൾ സംസ്ഥാന കമ്മിറ്റിയും അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട കമ്മിറ്റികളായി മാറുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രം നിറഞ്ഞേക്കുന്ന അല്ലെങ്കിൽ ചാനൽ മുറികളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഘടനയായി ഇത് ലേബൽ ചെയ്യപ്പെട്ടു. ഇതിൻ്റെ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ നടക്കുന്ന വേദികളെന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രമായി ചുരുങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ മാധ്യമങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയുള്ള സമരങ്ങളാണ് യൂത്ത് കോൺഗ്രസ് ഒക്കെ നടത്തുന്നത്. അതിനപ്പുറത്തേക്ക് തെരുവിലേക്ക് ഇറങ്ങി ജനങ്ങളെ സംഘടിപ്പിച്ച്, പ്രത്യേകിച്ച് യുവജനങ്ങളെ സംഘടിപ്പിച്ച് സമരങ്ങൾ നടത്തുവാൻ സംഘടനയ്ക്ക് കഴിയാതെ പോകുന്നുണ്ട്. കാരണം ഈ പണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ ഭവന സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ബൂത്ത് തലങ്ങളിൽ സമരങ്ങൾ സംഘടിപ്പിക്കുമായിരുന്നു, മണ്ഡലം തലങ്ങളിലൊക്കെ സമരം സംഘടിപ്പിക്കുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിക്കൊണ്ട് ഇപ്പോൾ ഏതാനും വാർത്താ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ എന്നതിനപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിൽ വരെ വാർത്തകൾ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ കുറച്ച് റീലുകൾ ഇടുക എന്നതിനപ്പുറത്തേക്ക് സമരങ്ങൾ സജീവമാകുന്നില്ല എന്നുള്ളതാണ്. കാരണം വൈദ്യുതി ഈ ചാർജ് വർധനവ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റിന് 20 രൂപ വരെ വർധനവ് വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ
കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇതേ സമയത്ത് UDF ഭരിക്കുകയും LDF ആണ് പ്രതിപക്ഷത്തും ഇരിക്കുന്നതെങ്കിൽ ഇത് ഒന്നും ആയിരിക്കില്ല അവസ്ഥ. DYFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ KSEB ഓഫീസുകൾ പലതും തകർന്നേനെ. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പൊതുമുതൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ജാമ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ 10% കിട്ടിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്നൊരു സത്യം കൂടെ ഉണ്ട്, ഒരു വാസ്തവം കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു മറ്റേ ഈ യൂത്ത് കോൺഗ്രസ് സമരത്തിലകപ്പെട്ട് ജയിലിലൊക്കെ അടയ്ക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ട രീതിയിൽ സംരക്ഷണം കൊടുക്കുന്നതിൽ യൂത്ത് കോൺഗ്രസ് പരാജയമാണോ എന്നൊരു സംശയം കൂടി ഉണ്ട്. കാരണം പലപ്പോഴും പലർക്കും ജാമ്യം എടുക്കാനായിട്ട് വേണ്ട സഹായങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ സാധിക്കാത്ത ചില സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ മറ്റൊരു കാര്യം പരിശോധിക്കപ്പെടേണ്ടത്, അതായത് കേരളത്തിൽ സത്യം പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് യുവജന സംഘടനകളുടെ സാന്നിധ്യം ഇല്ലാത്ത അവസ്ഥയായി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഭരണപക്ഷത്ത് സ്വാഭാവികമായിട്ട് CPM ഇരിക്കുമ്പോൾ DYFI വലിയ രീതിയിലുള്ള സജീവമല്ല. അങ്ങനെ വരുമ്പോൾ യൂത്ത് കോൺഗ്രസും അല്ല. സത്യം പറഞ്ഞാൽ യുവജന രാഷ്ട്രീയം അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം എല്ലാം കേരളത്തിൽ ഏറെക്കുറെ അന്യം നിന്ന് പോയിരിക്കുന്നു. അതായത് യാതൊരു വിഷയങ്ങളും ഇപ്പം ഭരണപക്ഷത്ത് DYFI തുടരുന്നു, യൂത്ത് കോൺഗ്രസ് പ്രതിപക്ഷമാണേലും ചെയ്യേണ്ട ധർമ്മം കൃത്യമായിട്ട് ചെയ്യുന്നില്ല, സമരങ്ങൾ ഏറ്റെടുക്കുന്നത് വലിയ പരാജയമാകുന്നു. അപ്പോൾ യുവജന സംഘടനകളുടെ സാന്നിധ്യം ഇല്ലാതെയാകുമ്പോൾ അവിടേക്ക് ആരൊക്കെയാണ് പകരം എത്തപ്പെടുന്നത് എന്നുള്ളത് വലിയ രീതിയിൽ സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. പക്ഷേ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിന് വളരെ വലിയൊരു സമര പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതോടൊപ്പം തന്നെ DYFIയെ പോലെ തന്നെ വലിയ സമരങ്ങൾ നയിച്ചിട്ടുള്ള KC വേണുഗോപാലൊക്കെ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ നടത്തിയിട്ടുള്ള പദയാത്രകളും രമേശ് ചെന്നിത്തല നയിച്ചിട്ടുള്ള പദയാത്രകളും റാലികളും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തലത്തിൽ ഒരു വലിയ റാലി എങ്കിലും നടന്നിട്ട് എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായി എന്നെനിക്ക് തോന്നുന്നു. ദേശീയ തലത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസ് നിർജ്ജീവമായോ എന്ന് ഒരു സംശയം നമുക്കുണ്ട്. അതിനുശേഷം ഇവിടെ ഷാഫി സമരങ്ങൾ നടത്തിയിട്ടില്ല എന്നല്ല പറയുന്നത്. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതിന് ശേഷവും സമരപരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇവർ രണ്ടുപേരും സജീവമായതുകൊണ്ട് മാത്രം യൂത്ത് കോൺഗ്രസിൽ സമരം നടക്കത്തില്ല. യൂത്ത് കോൺഗ്രസിൽ സമരങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ അടിത്തട്ട് തുടങ്ങി സജീവമാകേണ്ടതുണ്ട്. പക്ഷേ ഈ അടിത്തട്ടിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്വം കോൺഗ്രസിനുമുണ്ട്. കാരണം കോൺഗ്രസിനകത്ത് തന്നെ ഇപ്പോൾ പ്രശ്നങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, കാരണം പാർട്ടി ഫോറങ്ങളിൽ പറയേണ്ട കാര്യങ്ങൾ പാർട്ടി ഫോറത്തിനകത്ത് പറയാം, മറിച്ച് പൊതുവേദിയിൽ പറഞ്ഞ് ഈ ഒരു സമയത്ത് പാർട്ടിക്ക് ഇതാക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പക്ഷേ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ തന്നെയാണ് K. സുധാകരൻ ഇപ്പൊ മാറണ്ട എന്നുള്ള അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ആദ്യം ഈ K. സുധാകരൻ മാറണ്ട എന്നുള്ളത് ഒരു മാധ്യമ സൃഷ്ടിയായിരുന്നു എങ്കിൽ പിന്നീട് അതിന്റെ പ്രസ്താവനയുമായി ആദ്യം രംഗത്ത് വരുന്ന രമേശ് ചെന്നിത്തലയും ശശി തരൂരും ഒക്കെയാണ്. അപ്പൊ ഇത്രയും സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ വന്നിട്ട് ഒരു മാധ്യമ വാർത്തയോട് പ്രതികരിക്കുക, അങ്ങനെ ഒരു ചർച്ച പാർട്ടിക്കകത്ത് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഹൈക്കമാൻഡ് വ്യക്തമാക്കേണ്ട കാര്യമാണ്. പക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ ഒരു മാധ്യമം പടച്ചുവിടുന്ന വാർത്തയ്ക്ക് പിന്നാലെ വന്ന അഭിപ്രായം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾക്ക് അതൊരു രാഷ്ട്രീയ മര്യാദയല്ല, ഒരു പാർട്ടി അച്ചടക്ക ലംഘനം തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ പാർട്ടിക്ക് തന്നെ ഒരു സംഘടനാ സംവിധാനം അടിത്തട്ടിലില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ യുവജന സംഘടനയ്ക്കും അടിവേരുകളില്ല, അല്ലെങ്കിൽ അടിത്തട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് ഇറങ്ങി ചെല്ലുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സമരപരിപാടികളിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് കാര്യഗൗരവമായിട്ട് തന്നെ കോൺഗ്രസ് പാർട്ടി ആലോചിക്കേണ്ടതുണ്ട്. പുനഃസംഘടന വളരെ വേഗത്തിൽ തന്നെ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യൂത്ത് കോൺഗ്രസിനകത്തുള്ള ഭാരവാഹികളെല്ലാം സജീവമാണോ ശരിക്കും? എല്ലാവരും ഒന്നും, അതായത് അറിയാമല്ലോ, ഇപ്പം കോൺഗ്രസിനകത്തുള്ള പോലെ തന്നെ ജംബോ കമ്മിറ്റി സംവിധാനമൊക്കെ ഇപ്പൊ സംഘടനാ തെരഞ്ഞെടുപ്പാണെങ്കിൽ തന്നെ ഏകദേശം 100-നടുത്തുള്ള ജനറൽ സെക്രട്ടറിമാരൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ സാധ്യതയില്ലെന്ന് തോന്നുന്നു. മറ്റു ഇതിനകത്ത് വേറൊരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നു, യൂത്ത് കോൺഗ്രസിനേക്കാൾ ചെറുപ്പം എറണാകുളം, മലപ്പുറം, കണ്ണൂർ DCCകൾക്കുണ്ട്. ഒരുപക്ഷെ കുറേയും കൂടി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് എന്താണോ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള സമരപരിപാടികൾ ഈ ചില DCCകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ എറണാകുളം DCC ആവട്ടെ, മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ, മലപ്പുറത്തേക്ക് വരുമ്പോൾ VS ജോയിയുടെ കുറേയധികം മറ്റ് സംഘടനകളിൽ നിന്ന് ഒരുപാട് ആളുകൾ കോൺഗ്രസിലേക്ക് വരുന്നു. കണ്ണൂരും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. എന്നാൽ യൂത്ത് കോൺഗ്രസിന് സമീപകാലത്ത് ഒട്ടേറെ പരിപാടികൾ പ്രഖ്യാപിച്ചെങ്കിലും, അതായത് യൂണിറ്റ് കമ്മിറ്റികളുടെ രൂപീകരണമൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രഖ്യാപിച്ചു, അതൊന്നും പൂർത്തീകരിക്കാൻ യൂത്ത് കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. പിന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, വയനാട്ടിൽ വീടുകൾ വെച്ച് നൽകാമെന്നുള്ള ഒരു പ്രഖ്യാപനം യൂത്ത് കോൺഗ്രസ് നടത്തിയിരുന്നു. അതിനെപ്പറ്റി പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് മറ്റ് ഉള്ള തുടർ സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ പ്രഖ്യാപനങ്ങളിൽ പോലും അതിനെ പിന്തുടരുന്നതിലെല്ലാം ഒരു ആ സംഘടന കാണിക്കേണ്ട ഉത്തരവാദിത്വം അല്ലെ പക്വത അത് കാണിക്കുന്നതിൽ വലിയ പാളിച്ച അതിന് സംഭവിക്കുന്നുണ്ട്. ഏതായാലും യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ശക്തിയാവേണ്ട ഒരു യുവജന സംഘടനയാണ്. ആ യുവജന സംഘടന പ്രവർത്തനരഹിതമായി പോകുന്നത് പ്രതിപക്ഷ ശബ്ദത്തെ നിശബ്ദമാക്കുന്നതിന് തുല്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.